4s². അപ്പം ഇതിന്റെ a എന്ന് പറയുന്നത് 4 ആണ്, b എന്ന് പറയുന്നത് -4 ആണ്, c എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് p ഓഫ് x, അല്ലെങ്കിൽ ഇവിടെ s അല്ല x അല്ല, ഇവിടെ p ഓഫ് s ആണ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് ഈ തന്നിരിക്കുന്നതിനെ എടുത്ത് 0 എന്ന് ഇക്വേറ്റ് ചെയ്താലും മതി. ഏതാ ഇങ്ങനെ, അതായത് 4 സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി 4s² - 4s + 1 = 0 ഇവിടെ തുടങ്ങിയാലും മതി. ഓക്കെ, ഇനി a കണ്ടുപിടിച്ച് a യുടെ കാര്യമൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ എന്താ സ്പ്ലിറ്റിംഗ് ദി മിഡിലേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി a × c ആണ് ഇക്വേഷൻ, 4 × 1 ആണ് 4. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സം b ആണ്, b എന്ന് പറയുമ്പോൾ -4 ആണ്. ഈ പ്രൊഡക്റ്റും സമവും ഒരിക്കലും സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും അല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഈ സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റും സമവും. മറ്റേത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്, സം ഓഫ് സീറോസ്. ഇത് സിംപ്ലി പ്രൊഡക്റ്റും സമവും. ഓക്കെ, തെറ്റിപ്പോലും കൺഫ്യൂഷൻ അടിക്കല്ലേ. ഓക്കെ, നമ്പേഴ്സ് കണ്ടുപിടിക്കണം. നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് 4ഉം ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -4ഉം കിട്ടണം അല്ലേ. 2 × 2 എടുക്കാം. 2 × 2 എടുത്തു കഴിഞ്ഞാൽ 2 × 2 4 വരും. പക്ഷെ 2 + 2 -4 വരത്തില്ല. രണ്ടിനും മൈനസ് ആക്കിക്കേ. രണ്ടിനും മൈനസ് ആക്കുവാണെങ്കിൽ -2 × -2 +4 വരുന്നു. -2 + -2 -4 വരുന്നു. നമുക്ക് ആ എസിന് പകരം -4s പകരം -2 -2s കൊടുക്കണം. 4s² - 2s -2s + 1 = 0. ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ 2s കോമൺ എടുക്കുകയാണ്. 2s കോമൺ എടുത്താൽ പിന്നെ ബാക്കി ഇവിടെ ഒരു 2s ഉണ്ട്, -1 ഉണ്ട്. ഇവിടെ കോമൺ എടുക്കാനൊന്നും ഇല്ല. പക്ഷെ കോമൺ എടുക്കാനൊന്നും ഇല്ലെങ്കിൽ 1 കോമൺ എടുക്കണം. പക്ഷേ മൈനസ് ഫ്രണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ മൈനസ് കൂടെ ചേർത്ത് വേണം കോമൺ എടുക്കാൻ. അതായത് പ്രാബല്യത്തിൽ ഞാൻ -1 കോമൺ എടുക്കും. -1 കോമൺ എടുത്താൽ ബാക്കി ഇവിടെ 2s, ഈ പ്ലസ് മൈനസ് ആക്കും, -1 എന്ന് വരും, = 0. വീണ്ടും ഗ്രൂപ്പ് ചെയ്യുന്നു. വീണ്ടും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ 2s - 1 കോമൺ ആണ്. ബാക്കി ഇവിടെയും 2s - 1 = 0. രണ്ടും 2s - 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് 2s - 1 = 0. അവിടുന്ന് 2s = +1, അവിടുന്ന് s = +1/2. ഇവിടെയും 2s - 1 = 0, 2s = +1, s = +1/2. അപ്പൊ രണ്ട് സീറോയും എന്ത് തന്നെയാണ്? +1/2 +1/2 ആണ്. അപ്പൊ നമുക്ക് സം ഓഫ് സീറോസ് ഒന്ന് കണ്ടുപിടിക്കാം. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാം. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ +1/2 +1/2 1/2 ആഡ് ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ +1/2 എന്ന് മാറ്റിയിട്ട് 1/2 മാറ്റിയാൽ മതി. 1/2 എന്ന് പറഞ്ഞാൽ +1/2 തന്നെയല്ലേ. = 1/2 +1/2. അത് 2/2 എന്ന് വരുന്നു, അത് 1 എന്ന് വരുന്നു. സം ഓഫ് 0 1. ഇനി പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് 1/2 ഇൻറ്റു 1/2 വരുന്നു, അത് 1/4 വരുന്നു. ഇനി മാനുവലി നോക്കാം. അതായത് സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് -b/a ആണ്. ഇവിടെ b എന്ന് പറഞ്ഞാൽ എന്താ? b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു -4 ആണ് അല്ലേ. അപ്പം -4 വരുന്നു. /a എന്ന് പറയുന്നത് ഇവിടെ 4 തന്നെയാണ്. അപ്പം +4 / 4 = 1. ഇനി പ്രൊഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി c/a ആണ്. c എന്ന് പറഞ്ഞാൽ എന്താ? c എന്ന് പറയുന്നത് നമുക്ക് മുകളിൽ എഴുതിയിട്ട് 1 ആണ്. a എന്ന് പറയുമ്പോൾ നമുക്ക് 4 ആണ്. അപ്പൊ നമുക്ക് 1/4 എന്ന് തന്നെ കിട്ടും. അപ്പൊ അത് തന്നെയാണ് നമുക്ക് പ്രൊഡക്റ്റ് മാനുവലി ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ ഓക്കെ ആണോ? അപർണ ഓക്കെ ആണോ? ഇതാണോ കിട്ടിയത്? അതെ സർ. ഓക്കെ, അമ്മയെ എല്ലാം ഇത് തന്നെയല്ലേ കിട്ടിയേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതിന്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് 6x² - 3 - 7x. ഇത് യഥാർത്ഥത്തിലുള്ള എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫോമിലല്ല തന്നിരിക്കുന്നത്. ആ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം p of x = ax², അത് 6x² തന്നെ. അടുത്തത് bx ആണ് വരേണ്ടത്. അപ്പം ഇവിടെ 7x -7x വന്നു -3. ഇനി വേണം എന്താണെന്ന് എഴുതാം.
6x square minus 7x minus 3 equal to 0. ഇനി a കണ്ടുപിടിക്കാം. a എന്ന് പറയുന്നത് 6 ആണ്. b എന്ന് പറയുന്നത് -7 ആണ്. c എന്ന് പറയുന്നത് -3 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി a into c ചെയ്യുന്നു. 6 into -3 ചെയ്യുന്നു -18. സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ b ആണ് സം, അത് -7. അപ്പം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -18 കിട്ടണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -7 കിട്ടണം. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 9 into 2 ചെയ്ത് നോക്കാം. 9 into 2 ചെയ്താൽ 18 കിട്ടും, -18 കിട്ടത്തില്ല. 9 plus 2 ചെയ്താൽ -7 കിട്ടത്തില്ല, 11 കിട്ടും. അപ്പോൾ സൈനിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ -9 -9 into 2 എന്ന് പറയുമ്പോൾ -18, -9 plus 2 എന്ന് പറഞ്ഞാൽ -7. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ -9 2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6x square minus 9x minus plus 2 plus 2x -9 plus 2 അല്ലേ, 2x minus 3 equal to 0. ഇനി ഗ്രൂപ്പ് ചെയ്യുക. ഇതിനെ ഗ്രൂപ്പ് ചെയ്യും. ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇവിടെ 3 കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി 3x കോമൺ എടുക്കും. 3x കോമൺ എടുക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആരോ എന്തോ ഉണ്ടെങ്കിൽ പറയാൻ പോകുന്നു. പറഞ്ഞോ, റാസി പറഞ്ഞോ. ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ 3x കോമൺ എടുത്തു. ബാക്കി ഇവിടെ ഒരു 2x മൈനസ് ഇവിടെ ഒരു 3 വരും. ശരിയല്ലേ? കാരണം 3x into 2x ആണ് 6x square. 3x into 3 ആണ് 9x. ഓക്കെ ആണല്ലോ. നമുക്ക് ഇങ്ങനെ എടുക്കാം. പ്ലസ് ഇവിടെ നോക്കി, ഇവിടെ കോമൺ എടുക്കാനൊന്നും ഇല്ല. കോമൺ എടുക്കാനൊന്നും ഇല്ലെങ്കിൽ 1 കോമൺ എടുക്കണം. ഇനി നടുക്ക് മൈനസ് ആണ്, ആ മൈനസ് കൂടെ ചേർത്ത് വേണം കോമൺ എടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ 1 മാത്രം, +1 ആണ് കോമൺ എടുക്കുന്നത്. അങ്ങനെയാണ് 2x minus 3. ഇനി വീണ്ടും ഇതിനെ രണ്ടും ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 2x minus 3 കോമൺ എടുക്കുന്നു. ബാക്കി ഇവിടെ ഒരു 3x plus 1 equal to 0. അങ്ങനെയാണെങ്കിൽ 2x minus 3 equal to 0. 2x is equal to plus 3. അങ്ങനെയാണെങ്കിൽ x is equal to plus 3 by 2. ഇവിടെ 3x plus 1 equal to 0. 3x is equal to minus 1. x is equal to minus 1 by 3. അങ്ങനെയാണ്. നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടി. അതായത് രണ്ട് എക്സിന്റെ വാല്യൂ ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കണം. സം ഓഫ് സീറോസ് എന്ന് തന്നെ എഴുതണേ, വെറും സം എന്ന് എഴുതല്ലേ. അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതണം. സം ഓഫ് സീറോസ്. കാരണം സം എന്ന് എഴുതി കഴിഞ്ഞാൽ മുകളിലത്തെ അതും ഇതുമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും. അപ്പോൾ ഇവിടെ സം ഓഫ് സീറോസ് മാനുവലി കണ്ടുപിടിക്കുകയാണ്. 3/2 പ്ലസ് -1/3. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3/2 -1/3 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ സെയിം അല്ല, എൽസിഎം എടുക്കാം. എൽസിഎം എടുക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഇത് മുകളിലോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് തമ്മിൽ. അപ്പോൾ ഇവിടെ 3 into 3 വരുന്നു. മൈനസ് ഇവിടെ 1 into 2 വരുന്നു. ഇവിടെ താഴെ 2 into 3 വരുന്നു. അതിനെ നമുക്ക് 9 minus 2 divided by 6 എന്നാക്കാം. അതായത് 7/6 എന്ന് വരും. അത് അവിടെ കിടക്കട്ടെ. അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. എന്ന് പറയുമ്പോഴത്തേക്കും 3/2 into 1/3 ആണ്. അപ്പോൾ 3/6 കിട്ടുന്നു. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2. നമുക്ക് അടുത്ത ഇക്വേഷൻ വെച്ച് നോക്കാം. സം ഓഫ് സീറോസ് മൈനസ് b by a എന്ന് പറയുമ്പോൾ മൈനസ് b എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ, നമ്മൾ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. b എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു? b എന്ന് പറയുന്നത് -7 ആയിരുന്നു. മൈനസ് ഓഫ് -7 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? a എന്ന് പറയുമ്പോൾ മുകളിൽ നമുക്ക് 6 ആയിരുന്നു. അപ്പോൾ മൈനസ് ഓഫ് -7/6 അതായത് +7/6. ഇത് തന്നെയാണ് നമുക്ക് മാനുവലി ചെയ്തപ്പോഴും കിട്ടിയത്. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ c/a ആണ്. c/a എങ്ങനെ നമുക്ക് കിട്ടി? c/a നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ c എന്താണ്? c നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. c എന്ന് പറയുന്നത് -3 ആണ്. a എന്ന് പറയുന്നത് c/a എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ -3/6 is equal to -1/2. ഇവിടെ 1/2 ആണല്ലോ. ഒരു സെക്കൻഡ്. ഇവിടെ ഒരു ഞാൻ പ്രൊഡക്റ്റ് ഓഫ് സീറോസിന്റെ ഒരു ചെറിയ തെറ്റ് വരുത്തി. കാരണം -1/3 ആണ് വരേണ്ടത്. 3/2 into -1/3. അപ്പോൾ ഈ മൈനസ് എക്സിസ്റ്റ് ചെയ്യും. -1/2 ആണ് പ്രൊഡക്റ്റ് ഓഫ് സീറോ. നമുക്ക് മാനുവലി ചെയ്തപ്പോഴും കിട്ടി.
ഇക്വേഷൻ വഴി ചെയ്തപ്പോൾ കിട്ടി. ഹെൻസ് ദ റിലേഷൻ ഈസ് ക്ലിയർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു പ്രശ്നമില്ല.